പൊട്ടിപ്പൊളിഞ്ഞ സ്റ്റേഷൻ, തുരുമ്പിച്ച കാത്തിരിപ്പ് ബെഞ്ചുകൾ, വൃത്തിഹീനമായ ട്രെയിൻ. 10 വർഷം മുൻപ് റെയിൽവേയുടെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ വാർത്തയ്ക്കൊപ്പം നൽകുന്നത് ഇതിലേതെങ്കിലും ചിത്രമായിരിക്കുമെന്നുറപ്പാണ്. അത്രത്തോളം ശോചനീയമായിരുന്നു അന്ന് ഭാരതീയ റെയിൽവേ. റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും വികസിച്ചിട്ടില്ലാത്ത കാലത്താണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുന്നത്. അതിനാൽ തന്നെ റെയിൽവേ മേഖലയുടെ വികസനം സർക്കാരിന് യഥാർത്ഥത്തിൽ കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തിയത്. പാതി വഴിയിൽ ഉപേക്ഷിച്ച റെയിൽവേ വൈദ്യുതീകരണവും പാത ഇരട്ടിക്കലും, തുരുമ്പെടുത്ത് നശിച്ച പഴയ ട്രെയിനുകൾ, ട്രെയിൻ കണക്ടിവിറ്റി ഇല്ലാത്ത വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, താറുമാറായ റെയിൽവേ ഗതാഗതം, ഇതായിരുന്നു UPA ഭരണം അവശേഷിപ്പിച്ചു പോയത്. പിന്നീട് രാജ്യം കണ്ടത് വെല്ലുവിളികളെ അവസരമാക്കുന്ന മോദി സർക്കാരിനെയാണ്. അതിവേഗ ട്രെയിനുകൾ മുതൽ സ്റ്റേഷനുകളുടെ നവീകരണമടക്കം സമഗ്രമായ മാറ്റത്തിനാണ് പിന്നീട് രാജ്യം സാക്ഷ്യം വഹിച്ചത്. 2013 റെയിൽവേക്കുള്ള ബജറ്റ് വിഹിതവും 2024 വിഹിതവും പരിശോധിച്ചാൽ മാത്രം വ്യക്തമാകും നരേന്ദ്രമോദി സർക്കാർ ഈ മേഖലയ്ക്ക് നൽകിയ പ്രാധാന്യം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ വികസനത്തിന്റെ കണക്കെടുക്കുമ്പോൾ റെയിൽവേയെ കൂടി ഉൾപ്പെടുത്താതെ മോദിയുടെ 10 വർഷം പൂർണ്ണമാകില്ല. 2013-14 സാമ്പത്തിക വർഷം UPA സർക്കാർ റെയിൽവേയുടെ വികസനത്തിനായി നൽകിയത് വെറും 63,363 കോടി രൂപയായിരുന്നു. എന്നാൽ 10 വർഷത്തിനിപ്പുറം 2023-24 ബജറ്റിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2.40 ലക്ഷം കോടി രൂപയാണ് റെയിൽവേക്കായി മാത്രം മാറ്റിവെച്ചത്. 9 ഇരട്ടിയാണ് തുകയിലുണ്ടായ വർധനവ്. ദിനം പ്രതിയുള്ള യാത്രക്കാരുടെ എണ്ണം 2.3 കോടിയിൽ നിന്ന് 2.5 കോടിയായി ഉയരുകയും ചെയ്തു. സ്റ്റേഷനുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രഥമ പരിഗണനയാണ് സർക്കാർ നൽകുന്നത്. ഇതിനായി വിഭാവനം ചെയ്ത ആദർശ് സ്റ്റേഷൻ സ്കീമിന് കീഴിൽ 1250 റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണമാണ് ഇതുവരെ പൂർത്തിയായത്. ഇതിന്റെ അടുത്ത ഘട്ടമായി സ്റ്റേഷനുകളെ സിറ്റി സെന്ററാക്കി വികസിപ്പിച്ച് ലോകോത്തര സൗകര്യങ്ങൾ ഒരുക്കുന്ന അമൃത് ഭാരത് പദ്ധതിയാണ് മന്ത്രാലയം നടപ്പിലാക്കിയത്. പ്രസ്തുത പ്രൊജക്ടിന് കീഴിൽ 1200 സ്റ്റേഷനുകളുടെ പുനരുദ്ധാരണത്തിനായി 24,000 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. കേരളത്തിൽ നിന്നുള്ള 34 സ്റ്റേഷനുകളാണ് പദ്ധതി പ്രകാരം പുനർനിർമ്മിക്കുന്നത്. പരിസ്ഥിതി സൗഹാർദ്ദ പൊതുഗതാഗതം ലക്ഷ്യമാക്കി ട്രാക്കുകളുടെ വൈദ്യുതീകരണവും അതിവേഗമാണ് റെയിൽവേ നടപ്പിലാക്കിയത്. 2014 മുൻപ് ഇലക്ട്രിഫിക്കേഷൻ നടത്തിയ ട്രാക്കുകളുടെ ദൈർഘ്യം 21,801 കിലോമീറ്റർ മാത്രമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 38,650 കിലോമീറ്റർ, അതായത് ആകെ ലൈനിന്റെ 90% വൈദ്യുതീകരിച്ചത്. 2014 മുതൽ വൈദ്യുതീകരണത്തിന് മാത്രമായി 46,425 കോടി രൂപയാണ് മന്ത്രാലയം മാറ്റിവെച്ചത്. ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ റെയിൽവേ ശൃംഖല എന്ന ബഹുമതി ഇന്ത്യൻ റെയിൽവേക്ക് സ്വന്തമാവുകയും ചെയ്തു. അഷ്ടലക്ഷ്മിമാർ എന്നറിയപ്പെടുന്ന വടക്ക് കിഴക്കൻ മേഖലയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ 2015 തന്നെ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരുന്നു. സമ്പൂർണ്ണ റെയിൽ കണക്ടിവിറ്റി ലക്ഷ്യമിട്ട് 19 പദ്ധതികൾക്കായി 81,941 കോടി രൂപയാണ് ഇവിടെ മാത്രം ചെലവഴിച്ചത്. ഇതിലൂടെ 1,909 കിലോമീറ്റർ പാതയുടെ നിർമ്മാണമാണ് പൂർത്തിയായത്. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ചേർന്ന് ഉദ്ഘാടനം ചെയ്ത അഗൌര അഗർത്തല ക്രോസ് ബോർഡർ റെയിൽവേ ലിങ്ക് പദ്ധതി കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കിയത് 392.5 കോടി മുതൽ മുടക്കിലാണ്. യാത്രാ സമയം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രാക്കുകളുടെ ഇരട്ടിപ്പിക്കലിന് പ്രത്യേക ശ്രദ്ധയാണ് റെയിൽവേ മന്ത്രാലയം നൽകിയത്. 2009-2014 കാലയളവിൽ ആകെ ഇരട്ടിപ്പിച്ചത് 1,875 കിലോമീറ്റർ പാതയാണ്. 375 കിലോമീറ്റർ ആയിരുന്നു പ്രതിവർഷ ശരാശരി. എന്നാൽ 2014 ശേഷം 11,151 കിലോമീറ്റർ പാതയുടെ ഡബിളിംഗ് ആണ് പൂർത്തിയായത്. അതായത് പ്രതിവർഷം ശരാശരി നോക്കുകയാണെങ്കിൽ 1,394 കിലോമീറ്ററാണ് പൂർത്തിയാക്കിയത്. 2023-24 ബജറ്റിൽ റെയിൽവേ ട്രാക്കുകളുടെ ഇരട്ടിപ്പിക്കലിന് മാത്രം 30,749 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. ഇവിടെയാണ് കണക്കുകൾ വികസനം പറയുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായാണ് വന്ദേ ഭാരത് എക്സ്പ്രസുകളെ വിലയിരുത്തുന്നത്. 2019 ജനുവരിയിലാണ് സെമി ഹൈസ്പീഡ് ട്രെയിനായ വന്ദേ ഭാരത് ഓടിത്തുടങ്ങുന്നത്. നിലവിൽ 41 വന്ദേ ഭാരത് എക്സ്പ്രസുകളാണ് സർവീസ് നടത്തുന്നത്. യാത്രക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ വേഗതയുള്ള യാത്രയും അത്യാധുനിക സൗകര്യവും ഇവ പ്രദാനം ചെയ്യുന്നു. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് കോച്ചുകൾ പൂർണ്ണമായി നിർമ്മിച്ചത്. ന്യൂഡൽഹി വാരണാസി റൂട്ടിലാണ് ആദ്യമായി വന്ദേ ഭാരത് ഓടിത്തുടങ്ങിയത്. പൂർണ്ണമായും ശീതീകരിച്ച ട്രെയിനുകളിൽ വൈഫൈ, GPS, ബയോ വാക്വം ടോയ്ലറ്റുകൾ, എയർ കണ്ടീഷനിംഗ്, LED ലൈറ്റിംഗ്, CCTV നിരീക്ഷണം തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 110 കോടി രൂപയാണ് ഒരു വന്ദേ ഭാരതിന്റെ നിർമ്മാണ ചെലവ്. കുറഞ്ഞ വരുമാനക്കാർക്കും അത്യാധുനിക യാത്രാ സൗകര്യം എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച അമൃത് ഭാരത് എക്സ്പ്രസ് ഓടിത്തുടങ്ങിയത് അയോധ്യയിൽ നിന്നാണ്. തീരെ കുറഞ്ഞ നിരക്കിൽ സർവീസ് നടത്തുന്ന നോൺ AC ട്രെയിനുകളാണിവ. ഇതുകൂടാതെ സാംസ്കാരികവും മതപരവുമായി പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലേക്ക് യാത്രാ സൗകര്യം ഉറപ്പാക്കുന്ന ആസ്ഥ സ്പെഷ്യൽ ട്രെയിനുകളും അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സർവീസ് ആരംഭിച്ചത്. റെയിൽവേ സ്റ്റേഷനുകളിൽ ഓട്ടോമാറ്റിക് ഇലക്ട്രോണിക് ബ്ലോക്ക് സിഗ്നലിംഗ് സംവിധാനങ്ങൾ വികസിപ്പിച്ചതാണ് റെയിൽവേയുടെ മറ്റൊരു പ്രധാന നാഴികക്കല്ല്.
ലൈൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ട്രാക്കുകളിലെ സുരക്ഷയ്ക്കുമായാണ് ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം സ്ഥാപിക്കുന്നത്. 2022-2023 കാലയളവിൽ 530 കിലോമീറ്ററിലാണ് ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം സ്ഥാപിച്ചത്. സംസ്ഥാനത്ത് എറണാകുളം ജംഗ്ഷൻ വള്ളത്തോൾ നഗർ റെയിൽവേ ഇടനാഴിയിൽ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കുന്നതിന് ടെൻഡർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആന്റി കൊളീഷൻ സംവിധാനമായ കവചിന്റെ പ്രവൃത്തികളും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. റിസർച്ച് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനാണ് ടെക്നോളജിക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. ട്രെയിൻ യാത്രയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗിന്റെ കാര്യത്തിലും കാര്യമായ മാറ്റം തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ശ്രമിക്കുകയും അത് വിജയിക്കുകയും ചെയ്തു. 2018 റിസർവ് ചെയ്യാത്ത ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ അൺറിസർവ്ഡ് ടിക്കറ്റിംഗ് സിസ്റ്റം അഥവാ UTS എന്ന മൊബൈൽ ആപ്പ് അവതരിപ്പിക്കപ്പെട്ടത്. ആൻഡ്രോയിഡ് iOS പ്ലാറ്റ്ഫോമുകൾക്കായി ബന്ധപ്പെട്ട ആപ്പ് സ്റ്റോറുകളിൽ നിന്നും UTS ആപ്പ് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. സമർപ്പിത ചരക്ക് ഇടനാഴിയാണ് മറ്റൊരു നേട്ടം. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഗണ്യമായ പുരോഗതിയാണ് ഇവിടെ കൈവരിച്ചിട്ടുള്ളത്. പഞ്ചാബ് മുതൽ ബീഹാർ വരെയുള്ള 1337 കിലോമീറ്റർ കിഴക്കൻ സമർപ്പിത ചരക്കിടനാഴി അഥവാ EDFC 55,000 കോടി ചെലവഴിച്ചാണ് പൂർത്തിയാക്കിയത്. 15 വർഷം മുൻപ് അംഗീകാരം ലഭിച്ച പദ്ധതിയാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ പൂർത്തീകരിച്ചത്. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ താപവൈദ്യുത നിലയങ്ങൾക്ക് കൽക്കരി നീക്കത്തിന് പദ്ധതി ഏറെ സഹായകരമാകുന്നു. നിലവിൽ 250 ട്രെയിനുകളാണ് ഇതുവഴി ചരക്ക് നീക്കം നടത്തുന്നത്. പടിഞ്ഞാറൻ കോറിഡോറിന്റെ പ്രവൃത്തികളും നിലവിൽ അവസാന ഘട്ടത്തിലാണ്. UPയിലെ ദാദ്രിയിൽ നിന്ന് നവി മുംബൈയിലേക്കാണ് പ്രസ്തുത ഇടനാഴി പോകുന്നത്. 1506 കിലോമീറ്റർ ഇടനാഴിയുടെ 89% പ്രവൃത്തികൾ പൂർത്തിയായി. 2024 ഡിസംബറിൽ പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കപ്പെടുകയും ചെയ്യും. 2014 നരേന്ദ്രമോദി സർക്കാർ ആരംഭിച്ച മേക്ക് ഇൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഇവ പൂർണ്ണമായും നിർമ്മിച്ചത്. 2024-25 സാമ്പത്തിക വർഷം 10 വന്ദേ ഭാരത് റാക്കുകളാണ് റായ്ബറേലിയിലെ മോഡേൺ കോച്ച് ഫാക്ടറിയിൽ ഒരുങ്ങുന്നത്. 16 കോച്ചുകൾക്കായി 130 കോടിയാണ് ചെലവ്. വന്ദേ ഭാരത് ട്രെയിനുകൾ നിർമ്മിക്കാനായി നിരവധി വിദേശ കമ്പനികളാണ് രാജ്യത്ത് യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളത്. കൂട്ടുകക്ഷികൾ രാജ്യം ഭരിക്കാൻ വരുമ്പോൾ ഘടകകക്ഷികൾക്ക് കൈയിട്ട് വാരാൻ വീതം വെച്ചു കൊടുക്കുന്ന വകുപ്പുകളിലൊന്നായിരുന്നു റെയിൽവേ വകുപ്പ് ഇതുവരെയും ഇന്ത്യ മഹാരാജ്യത്ത്. പക്ഷേ ഇപ്പോൾ റെയിൽവേ വകുപ്പ് ഇരിക്കുന്നത് പ്രൊഫഷണലുകളുടെ കയ്യിലാണ്. അതുകൊണ്ടാണ് അടുത്ത 5 വർഷത്തിനുള്ളിൽ റെയിൽവേയുടെ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് പറയാൻ സാധിക്കുന്നത്. എല്ലാ യാത്രക്കാരും കൺഫേം ടിക്കറ്റോടെ യാത്ര ചെയ്യുന്ന രീതിയിലേക്ക് മാറുമെന്നും അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ 31,000 കിലോമീറ്ററാണ് പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി റെയിൽവേ ലൈനായി കൂട്ടിച്ചേർക്കപ്പെട്ടത്. ജർമ്മനിയിലെ മൊത്തം റെയിൽവേ ലൈനിന്റെ അത്രയും തന്നെ വരും ഇത്. അതേസമയം കഴിഞ്ഞ 1 വർഷത്തിനിടെ മാത്രം 5,000-ലധികം കിലോമീറ്റർ റെയിൽവേ ലൈനാണ് പുതിയതായി നിർമ്മിക്കപ്പെട്ടത്. സ്വിറ്റ്സർലൻഡിലെ മൊത്തം റെയിൽവേ ലൈനിന്റെ അത്രയും വരും ഇത്. ഈ വികസന നേട്ടങ്ങളെല്ലാം തന്നെയും വിരൽ ചൂണ്ടുന്നത് ഒറ്റ കാര്യത്തിലേക്കാണ്. വികസനത്തിന്റെ നേർപാതയിലാണ് ഇന്ത്യൻ റെയിൽവേ പോകുന്നത്. ഇന്ത്യൻ റെയിൽവേ വികസനത്തിന്റെ ശരിയായ ട്രാക്കിലായിട്ട് 10 വർഷങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ.